ജാക്സൺ നീ എവിടാടാ? ആ പെട്ടെന്ന് വാ. ആ നിനക്ക് പറ്റിയൊരു ബൈക്ക് റെഡിയാക്കി. ബുള്ളറ്റ് അല്ല, ബൈക്ക്. ആ ഇങ്ങോട്ട് വാ, പെട്ടെന്ന് വന്ന് നമുക്ക് കൈയോട് ഇത് കൊണ്ടുപോകാം. എവിടാണെന്നോ നീ ആ ചാക്ക് കെട്ടി ജംഗ്ഷനിൽ ഇറങ്ങിയിട്ടേ പുള്ളച്ചന്റെ വീടാണെന്ന് ചോദിച്ചാൽ മതി, ഞാൻ അവിടെ ഉണ്ട്. ആ ഇങ്ങോട്ട് പോരെ, വേമ്പ. ഇതാണ് സാധനം. അടിപൊളി കേട്ടോ, ലുക്കിലൊക്കെ ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ സംഭവം എങ്ങനെയാണെന്നുള്ളത് അടിപൊളിയാക്കി. പിന്നെ എന്നെ ഈ ബൈക്ക് വിൽക്കാൻ വേണ്ടിയല്ലേ ബ്രോക്കറായി എന്നെ വിളിച്ചത്. പിന്നെ ഇതേ തൊട്ട് നോക്കാതെ ഞാൻ ഇത് നല്ലതാണ് അഴുക്കാണെന്ന് എങ്ങനെ അറിയുന്നത്? അല്ലെ കാണിച്ചു കൊടുത്തു. തൊട്ട് നോക്കി കഴിഞ്ഞാൽ എന്റെ വൈഫ് വന്ന് അവർക്ക് ഇഷ്ടപ്പെടൂലെന്ന്. അങ്ങനെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്നാ? എന്റെ പൊന്നു മന്മത, ഞാനൊരു കാര്യം പറയട്ടെ. അവൾ ഇത് സ്വന്തം അച്ഛനെ പോലെ കാണുന്ന വണ്ടിയായത്. ബൈക്കിനെ ആരെങ്കിലും അച്ഛനെ പോലെ കാണുമോന്ന്? പിന്നെ കാണുന്നേ. ഇത് വർഷങ്ങളായിട്ട് അവളുടെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന വണ്ടിയാണിത്. പിന്നെ ആ കാലിന് ശേഷം അല്ലല്ല അച്ഛന്റെ കാല ശേഷം അത് എനിക്ക് കിട്ടി. പക്ഷെ ഇപ്പോഴും അവൾ ഇത് അച്ഛനെ പോലെ കൊണ്ടു നടക്കണത്. സ്വന്തം അച്ഛനാ അവളുടെ. അച്ഛനെ പോലെ പിന്നെ അത് മാത്രോ? ഒന്ന് മണത്ത് നോക്കിക്കേ. മൊത്തം കുഴമ്പ് നാറ്റമാണ്. ഇതാ പറഞ്ഞത്. അവളുടെ അച്ഛൻ വാദം പിടിച്ച് കിടക്കായിരുന്നല്ല. അന്ന് എങ്ങനെ നോക്കിയോ അതേപോലെ തന്നെയാണ് ഇന്നും നോക്കണത്. രാവിലെ ഒരു കുടം കുഴമ്പായിട്ട് വരും, എന്നിട്ട് തടയി കൊടുക്കും, എന്നിട്ട് ചൂടുവെള്ളത്തിലാണ് കുളിപ്പിക്കണത്. അതേ കുളിപ്പിക്കലും കഴിഞ്ഞ് അകത്ത് കയറിയിട്ടുള്ളു. അതുകൊണ്ട് ഈ കുളിപ്പിക്കുന്ന ആരാണെന്നുണ്ട് വൃത്തിയായിട്ടിരിക്കുന്നത്. ഈ വൃത്തിയായിട്ടിരിക്കുന്ന വണ്ടിക്കകത്ത് ഈ തുണിയൊക്കെ എന്നാ പണിയെ കാണിക്കണേ. ഇത് വൃത്തികെട്ട തുണിയൊന്നല്ല. പിന്നെ അവളുടെ അച്ഛന്റെ കോണകോ. പിന്നെ പണ്ട് ഈ പുള്ളിക്കാരൻ ഇതില്ലാതെ പുറത്തിറങ്ങൂലായിരുന്നില്ല. ഇത്രയും വർഷമായിട്ട് മിറ്റത്തിരിക്കല്ലേ, നാണക്കേട് മറക്കാനായിട്ട് അവള് എന്നും ഇത് കഴുകി ചുറ്റി വെക്കും. അപ്പൊ നാണോ മാനമുള്ള പുള്ളിക്കാരായിരുന്നല്ലേ? പല ഭ്രാന്ത് ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലത്തെ ഒരു ഭ്രാന്ത് ഞാൻ ആദ്യമായിട്ട് കാണും. അതെ. പിന്നെ മന്മത, ദോഷം പറയരുതല്ല. ഭാഗ്യം ചെയ്ത വണ്ടിയായത്. ഈ വണ്ടി കിട്ടിയപ്പോഴല്ലേ ഞാൻ രക്ഷപ്പെട്ടത്. ഈ വണ്ടിയെ പോകുമ്പോഴല്ലേ അളിയൻ മരണപ്പെട്ടു പോയത്. എന്നാ മുടിഞ്ഞ ശല്യമാണെന്നറിയാമോ മേനകെട്ടവൻ. എത്ര വർഷമായി? പിന്നെ ആ പുല്ലൻ ചത്ത വർഷമൊക്കെ നോക്കി അടക്കല്ലേ. അളിയൻ മരിച്ച കാര്യമല്ല ചോദിച്ചത്, വണ്ടി എത്ര വർഷമായെന്ന്. അതാണ്. അത് ടിപ്പുവിന്റെ കാലത്തുള്ളതാ. നമ്മുടെ ടിപ്പു സുൽത്താന്റെ കാലത്തുള്ള വണ്ടിയാണ് ഇത്. ടിപ്പു സുൽത്താന്റെ അല്ല, പണ്ട് ഇവിടെ ടിപ്പു എന്ന് പറഞ്ഞൊരു എലിപ്പെട്ടി ഉണ്ടായിരുന്നു. എലിപ്പെട്ടി അല്ല, എലി പോലത്തെ ഒരു പട്ടി ഉണ്ടായിരുന്നു. അവന്റെ കാലത്തുള്ള വണ്ടിയാ ഇത്. ആ പട്ടി ഇപ്പൊ എന്തിയെ? അതിനെ പൂച്ച പിടിച്ചല്ല.